ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്ന ഒരു നാടൻ കറിയായിട്ടാണ് വെണ്ടയ്ക്ക തീയൽ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. തീയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെക്കാം. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു 7 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ചെറുതായിട്ട് ഒരു ബ്രൗൺ കളർ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിത് കണ്ടിന്യൂസ് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇത് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ തേങ്ങ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പം നന്നായി റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് റോസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ തേങ്ങയും അതേപോലെ തന്നെ പൊടികളൊക്കെ നല്ല രീതിയിലാണ് നമുക്ക് റോസ്റ്റായി കിട്ടും. ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് തണുത്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി നമുക്ക് തീയൽ ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രം വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഞാനിവിടെ ഒരു 8 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളകും വേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയുള്ളി ഇല്ലെങ്കിൽ മാത്രം ഒരു മീഡിയം സൈസ് സവോള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെണ്ടയ്ക്ക് ഇതുപോലെ നീളത്തിലാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ ഒരു 8 വെണ്ടയ്ക്ക് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്കയുടെ ആ വഴുവഴുപ്പ് മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഇനി ഇതിലേക്ക് ഒരു വാളംപുളി കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് ഒരു 15 മിനിറ്റ് ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ എടുക്കുന്ന വാളംപുളിയുടെ അളവ് ഓരോരുത്തരുടെ പുളി അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന തേങ്ങയുടെ കൂട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് ആ മിക്സിയിലുള്ള ബാക്കിയുള്ള അരപ്പ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എത്ര വെള്ളം വേണോ എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി ഒരു ഡാർക്ക് ബ്രൗൺ കളറായിട്ട് മാറും. അതുവരെ നമ്മളിത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അപ്പോഴാണ് കറക്റ്റ് ആ തീയലിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. തീയൽ ഒരു ഡാർക്ക് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ശർക്കര ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിക്കുക നമുക്ക് ഈ തീയൽ. അവസാനമായിട്ട് നമുക്ക് താളിച്ച് ചേർക്കാം. ഒരു ചട്ടി വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ചൂടാവുമ്പോൾ കുറച്ച് കടുകും അതേപോലെ 2 വറ്റൽമുളകും 10 മണി ഉലുവയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി താളിച്ച് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മളുടെ തീയൽ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത്. ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.